ഹലോ ഗൈസ്, അങ്ങനെ ചാനൽ തുടങ്ങി 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് മിനി ട്രാവൽ വ്ളോഗാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ചാനൽ തുടങ്ങി വർഷങ്ങളായിട്ടും ട്രാവൽ വ്ളോഗ് വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴാണ് വൈകിട്ട് ഒരു 4:30 ആയപ്പോൾ രവി വന്ന് ബീച്ചിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടത്. എങ്കിലത് വീഡിയോ ആക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ ഷാർജ ടീ ടൈമിലേക്ക് വന്നു. ഇത് താജുദ്ദീൻ ഇക്ക, കാലിക്കറ്റുള്ളതാണ്. പുള്ളിക്കാരൻ നടത്തുന്ന ചായക്കടയാണത്. ഞങ്ങളിവിടെ വന്ന് 2 സ്ട്രോങ് ടീ കുടിച്ചതിന് ശേഷം യാത്ര ആരംഭിച്ചു. പിന്നെ ടീ ആണല്ലോ നമുക്ക് മെയിൻ. പൊങ്കലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞാലും റോഡ് കാലിയാണ്. അങ്ങനെ എണ്ണ അടിക്കാനായിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി 100 രൂപയ്ക്ക് പെട്രോളും അടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ചെന്നൈയിലുള്ള 70% പേരും പുറത്തുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊങ്കൽ പോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഈ ചെന്നൈ മുഴുവൻ കാലിയാണ്. അങ്ങനെ മറീന ബീച്ചിലും ആൾക്കാരില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് എൻ്റെയും രവിയുടെയും യാത്ര. ഈ കാണുന്നതാണ് റിപ്പൺ ബിൽഡിംഗ്, ചെന്നൈയിലെ കോർപ്പറേഷൻ ഓഫീസാണ്. എനിക്കിത് കാണുമ്പോഴെല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റാണ് ഓർമ്മ വരുന്നത്. ഈ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ. ചെന്നൈയിലേക്ക് വരണമെങ്കിലും ചെന്നൈയിൽ നിന്ന് പോകണമെങ്കിലും ഇവിടെ വരണം, കാരണം ഇതിൻ്റെ അകത്താണ് റെയിൽവേ സ്റ്റേഷൻ. പുരട്ജി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് ഫുൾ നെയിം. പിന്നെ സിനിമയിലൊക്കെ നമുക്കിത് ഒരുപാട് കാണാൻ കഴിയുമെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ ഒരേ വൈബ് തന്നെയാണ് ഈ പ്ലേസ്. ചെന്നൈയിൽ ആളില്ലെങ്കിലും ചെന്നൈയിലെ ട്രാഫിക്കിനൊരു കുറവുമില്ല. സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പേ എങ്ങനെയും ബീച്ചിലെത്തണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്ളോഗ് എടുക്കണമെന്ന ഉദ്ദേശത്തിൽ പോകുന്നൊരു യാത്രയല്ലത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഗൈസ് നേപ്പിയർ ബ്രിഡ്ജ്. 2022 ചെസ് ഒളിമ്പിയാഡ് നടക്കുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് മുഴുവൻ ചെസ് ബോർഡ് പോലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ബീച്ചിലെത്തി. ഒരുപാട് നേരം പാർക്കിങ്ങിന് വേണ്ടി അലഞ്ഞെങ്കിലും അവസാനം ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് അടുത്തുള്ളൊരു കടയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ആൾക്കാർ ബീച്ചിലുണ്ടായിരുന്ന കേസ്. ഇത്രയൊന്നും ഞങ്ങൾ കരുതിയില്ല. റോഡിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ നടക്കണം കടൽ കാണണമെങ്കിൽ. അതാണ് ഈ മറീന ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ബീച്ചാണ് ഈ മറീന ബീച്ച്. ഏകദേശം 6 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയുമാണ് ഈ ബീച്ചിനുള്ളത്. അങ്ങനെ നടന്ന് കുറച്ചെത്തിയപ്പോഴത്തേക്ക് കടൽ കാണണോ സമാധി കാണണോ എന്നൊരു ഡൗട്ടിലെത്തി. എങ്കിൽ പിന്നെ കടൽ കണ്ടിട്ട് സമാധി കാണാമെന്ന് കരുതി. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ ചർച്ചാ വിഷയവും ഈ സമാധിയെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഇവിടെയുള്ള സമാധിയും കാണിക്കാമെന്ന് കരുതി. അങ്ങനെ കരയിൽ നിന്ന് കടലിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ കാഴ്ച കണ്ടത്. എന്തായാലും പൊങ്കലായതുകൊണ്ട് ഒരു മിനി ജല്ലിക്കെട്ട് കാഴ്ചവെച്ച് അവന്മാർ മാതൃകയായി. തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം അത് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. എന്തായാലും അതിൻ്റെ ഒരു ചെറിയ വെർഷൻ കാണാൻ പറ്റി. ഇത്രയൊക്കെ ബഹളം നടന്നിട്ടും അതൊന്നും അറിയാതെ ഈ കിടന്നുറങ്ങുന്നവനാണ് എൻ്റെ ഹീറോ. ബീച്ചിൽ വന്നത് തെറ്റായിപ്പോയോ എന്നുള്ള കുറ്റബോധം മനസ്സിൽ വെച്ച് പുറത്തു പറയാതെ നടക്കുന്ന രവിയും അത് മനസ്സിലാക്കി അവനോടൊന്നും ചോദിക്കാതെ നടക്കുന്ന ഞാനും അവസാനം ബീച്ചിലെത്തി. ഇവിടെ വന്നതിന് ശേഷമാണ് ഗൈസ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ബീച്ചിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. കടലിലിറങ്ങാൻ പറ്റില്ലത്രേ. കാരണം തിരക്ക് കൂടുമ്പോഴത്തേക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നീയൊക്കെ അവിടെ നിന്ന് കടൽ കണ്ടാൽ മതി എന്നുള്ള മൈൻഡാണ് ഇവിടെ. എങ്കിലും കുഴപ്പമില്ല, ദൂരെ നിന്ന് കടൽ ആസ്വദിച്ച്. ഈ തിരകൾ വന്ന് കരകളെ പുൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം എഴുതിയ ഫസ്റ്റ് ക്രിഞ്ച് ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതെന്തായാലും ഇവിടെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് കടലിൻ്റെ കുറച്ച് ഷോട്ടൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ വന്നത്. എല്ലാം ഗവ. എന്തായാലും നമ്മൾ ഇറങ്ങാത്തതുകൊണ്ട് കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. രവി ഇല്ലാത്ത കാമുകിയെക്കുറിച്ച് ഓർത്ത് കരയാൻ തുടങ്ങി. അതുകൊണ്ട് അവനെ കൂട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി അവിടെ നിന്ന് തിരിച്ചിറങ്ങി. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ്. അതുകൊണ്ട് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നോ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. പിന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് വന്നൊരു യാത്ര കൂടിയല്ലേ ഇത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നാളെ നീളെ അങ്ങനെ പോയി ഇപ്പോൾ 3 വർഷമായി. ദെൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് ഗൈസ്. ഈ ബീച്ചിൽ ഇതുപോലുള്ള ഒരുപാട് കടകൾ കാണാൻ കഴിയും. ഇവിടെയെല്ലാം മീൻ നമുക്ക് വറുത്ത് തരും. നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇവിടുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഇവർ വറുത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി തരും. ഇതാണ് സ്കീം. ഒരു തവണ ഇവിടുന്ന് കഴിച്ച് പണി കിട്ടിയതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിസ്ക് എടുത്തില്ല. പിന്നെ ഗൈസ് എടുത്തു പറയേണ്ട ഒന്നാണ് ചെന്നൈയിലെ ഫുഡ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. സൂര്യൻ ചേട്ടൻ ഏകദേശം ബൈബൈ പറയാറേ. അതുകൊണ്ട് ബീച്ചിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കാനായി ഞാനും അവനും. അവനാണെങ്കിൽ ഇല്ലാത്ത കാമുകിയുടെ കഥ ഇതുവരെ നിർത്തിയില്ല. അതിപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് റോഡിൽ കിടക്കണമെന്നുള്ള ഞങ്ങളുടെ പ്ലാൻ വേസ്റ്റ് ആയിപ്പോയില്ല ഗൈസ്. അത്രയ്ക്കും ആൾക്കാരാണ് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരുന്നത്.
അങ്ങനെ മറീന ബീച്ച് ഫുള്ളി ലോഡഡ് ഗൈസ്. പിന്നെ ചെന്നൈയിലുള്ള ബാക്കിയുള്ളവർ മുഴുവൻ ഈ ബീച്ചിലുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ നേരെയുള്ള യാത്ര സമാധി കാണാനാണ് ഗൈസ്. ഈ കാണുന്ന സബ്വേയും കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഈ സബ്വേ നേരെ പോകുന്നത് ഓപ്പോസിറ്റുള്ള ഗവൺമെൻറ് ഓഫീസിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സമാധിയുടെ മെയിൻ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് MGRനെയും ജയലളിതയും അടക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും പ്രതിമകൾ കാണാൻ കഴിയും. അങ്ങനെ അവിടുന്ന് നടന്ന് നേരെ വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെയാണ് MGRൻ്റെ സമാധി ഉള്ളത്. അങ്ങനെ MGRൻ്റെ സമാധിയും കണ്ട് തൊട്ടു പുറകിലൂടെയുള്ള വഴിയിലൂടെ ഞങ്ങൾ അടുത്ത സമാധിയിലേക്ക്. അതിനുള്ളിലാണ് ജയലളിതയെ അടക്കിയിരിക്കുന്നത്. ഒരുപാട് പേരാണ് ജയലളിതയുടെ സമാധിക്ക് ചുറ്റുമുള്ളത്. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു ഞാൻ. കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് ഈ കാണുന്ന ഒരു ഷോട്ട് പോലും കിട്ടിയത്. പക്ഷേ എന്നെ വണ്ടർ അടിപ്പിച്ചതാണെന്നല്ല ഗൈസ്, എനിക്ക് ഈ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. കുറേ നേരം ഞാൻ നോക്കിയെന്ന് എവിടേക്കോ കണ്ട നല്ല പരിചയം പോലെ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ശരീരത്തിലെ വാരിയൽ പോലുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഡിസൈനറും ഇത് തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കാണുമ്പോഴെല്ലാം വാരിയലാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഗൈസ്. ആ കാണുന്നത് MGRും ഈ കാണുന്നത് ജയലളിതയുടെയും സമാധിയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അടുത്ത സമാധിയിലേക്കാണ്. പിന്നെ ഈ സമാധികൾ തമ്മിലും ഈ ബീച്ച് തമ്മിലും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല ഗൈസ്, എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ സമാധിയുടെ കവാടം. ഇതിനുള്ളിലാണ് കനഞ്ഞർ എന്ന് വിളിക്കുന്ന കരുണാനിധിയെയും പേരറിഞ്ഞർ അണ്ണ എന്ന് വിളിക്കുന്ന അണ്ണാദുരയെയും അടക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ നടന്നാൽ മാത്രമേ ഫസ്റ്റ് സമാധിയിലേക്ക് എത്തത്തുള്ളൂ. ആദ്യം കാണുന്നത് അണ്ണാദുരയുടെ സമാധിയാണ്. അതിൻ്റെ തൊട്ടു ബാക്കിലായി തന്നെയാണ് കരുണാനിധി അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ബാക്കിലായിട്ട് അദ്ദേഹത്തിൻ്റെ സമാധിയും കാണാം. ഈ വിഷ്വൽസൊക്കെ രാത്രി എടുക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയറായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി ഇങ്ങനത്തുള്ള വീഡിയോസ് എല്ലാം പകൽ വേണം വന്ന് ഷൂട്ട് ചെയ്യാൻ. പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയല്ലായിരുന്നു. പിന്നെ ഗൈസ്, ഈ കാണുന്നതാണ് കരുണാനിധിയുടെ സമാധി. പുള്ളിക്കാരനെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, ബീച്ചിലെ കാഴ്ചകളും സമാധി കാഴ്ചകളും കണ്ട് തിരിച്ചു പോവുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ രാത്രി കാഴ്ചയാണ് ഗൈസ് ഈ കാണുന്നത്. രാത്രിയായിട്ടും ചെന്നൈയിലെ റോഡുകളെല്ലാം ശൂന്യമാണ്. അങ്ങനെ ശൂന്യമായ റോഡ് ആസ്വദിച്ച് ഞങ്ങൾ വഴിതെറ്റി വേറെ എവിടെയോ വന്ന് കയറി. പിന്നെ എവിടെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ റോഡ് നേരെ വെച്ച് പിടിച്ചു. ഇനി ഒരു ചായക്കട കാണുവാണെങ്കിൽ അവിടുന്ന് ചായയും കുടിച്ച് നേരെ റൂമിൽ പോകണം. അതാണ് പ്ലാൻ. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.